അപ്പോൾ നമ്പർ 1 എന്ന് പറയുന്ന കേരളത്തിലെ റോഡുകളാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ചാവക്കാടാണ്. ചാവക്കാട് എനമാർ റോഡിലെ MK സൂപ്പർ മാർക്കറ്റിൻ്റെ മുന്നിൽ ഉള്ള ദൃശ്യങ്ങളാണ്. യൂത്ത് ലീഗിൻ്റെ പരിപാടിയാണ്. അതായത് റോഡിലെ കുണ്ടും കുഴിയും, അതായത് റോഡിലെ മരണക്കുഴികളിലേക്ക് ഫുട്ബോൾ അടിച്ചവർക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഞാനിങ്ങനെ കടയിൽ നിൽക്കുന്ന സമയത്ത് ദേവട്ടി ഇന്ന് സാധാരണ പോണ പോലെ പോയില്ല, കുറച്ച് ലേറ്റാവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടൻ്റെ അടുത്തേക്ക് വരാമെന്ന്. ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ നേരത്തെ ദേവട്ടി വിളിച്ചു, ഒന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. സാധാരണ ചായ കുടിക്കാനാണ് ആൾ വിളിക്കാറ്. അപ്പോൾ ഞാൻ ചായക്കടയിലേക്ക് പോവുക ചെയ്യാറ്. ഇതിപ്പോൾ ഞാൻ കടയിൽ നിന്ന് ഇറങ്ങി പൊന്നറയുടെ അവിടേക്ക് എത്തുമ്പോഴേക്കും ആളവിടെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് ചൂണ്ടി കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ഫോണായിട്ട് പോയി നോക്കുമ്പോൾ ഗോളടിച്ച് സമ്മാനം നേടുന്ന പരിപാടിയാണ്. അപ്പോൾ ആ ചേട്ടൻ അടിച്ചു, വീണില്ല. ആർക്കും ഒരു ശരിയില്ലാത്ത രീതിയിൽ റോട്ടിലെ കുഴികളിലെ അവിടെ ഒരു സൈഡിൽ ഒതുങ്ങി നിന്നിട്ട് ആണ് അവർ ഈ പരിപാടി നടത്തുന്നത്. ഇത് ശരിക്കും ഗവൺമെൻറ് ഇതെങ്കിലും കണ്ടിട്ടൊന്ന് കണ്ണു തുറന്നിട്ട് ഇതിപ്പോൾ ചാവക്കാടത്തെ പരിപാടിയാണ്. ഇവരെ ചാവക്കാടുള്ള റോട്ടിലെ കുഴികളെങ്കിലും നടച്ചാൽ, അപ്പോൾ എലമാർ റോട്ടിൽ നല്ലോണം കുഴികളുണ്ട്. ഈ സ്കൂട്ടിയുമ്പോൾ പോണവരും ഒക്കെ നല്ലോണം കുഴിയിലുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ചാവക്കാട് ഈ വലിയ ടിപ്പറും പിന്നെ ടോറസൊക്കെ പോയിട്ട് നന്നായി കുഴിയൊക്കെയാണ്. അതിൻ്റെ മെയിൻ കാരണം റോഡ് ക്വാളിറ്റി ഇല്ലാത്ത റോഡ് പണിതിട്ടാണ്, തട്ടിക്കൂട്ടി ചെയ്തിട്ടാണ്. അപ്പോൾ അതിൻ്റെ പ്രതിഷേധമാണ്. അപ്പോൾ കാണുന്നവർ വന്നിട്ട് ബോൾ തട്ടിയിട്ട് അതിലിട്ട് കഴിഞ്ഞാൽ അവർക്കൊരു ചെറിയ സമ്മാനം കൊടുക്കുന്ന പരിപാടിയാണിത്. അപ്പോൾ കുറേ ആൾക്കാർ നോക്കിയിട്ടുണ്ട് കേട്ടോ. ആരും അധികം വരണമൊന്നുമില്ല. കാരണം ഇത് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ്. ഈ പ്രതിഷേധത്തിലൊക്കെ നമ്മൾ പങ്കെടുക്കേണ്ടതാണ്. കാരണം നമ്മൾ നിത്യം പോണത് ഈ റോട്ടിൽ കൂടിയാണ്. ഈ റോട്ടിലുള്ള കുഴികളും കാര്യങ്ങളും അടയ്ക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. കാരണം നമ്മൾ ഈ റോട്ടിലിറക്കുന്ന ബൈക്കായാലും കാറായാലും ഇതിനൊക്കെ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്. ഈ ടാക്സും ഇൻഷുറൻസൊക്കെ വാങ്ങിയിട്ട് ഇവർ ഈ റോഡ് നന്നാക്കാണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അതൊക്കെയാണ് ഈ മോശം അവസ്ഥകൾ. അപ്പോൾ നമ്മളിപ്പോൾ ഇത് കണ്ടിട്ട് വീഡിയോ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും വലിയ പ്രതിഷേധമാണത്. ഈ പ്രതിഷേധത്തിൽ നമ്മൾ കണ്ടിട്ട് ഫോട്ടോ എടുക്കുക, ആരും ശരിയില്ലാത്ത പ്രതിഷേധമാണത്. ഞാൻ നോക്കുമ്പോൾ ഒരു ചേട്ടൻ തട്ടുണ്ട് കേട്ടോ. ആ ചേട്ടൻ്റെ കുഴിയിൽ വീണോ കാണാനില്ല. ഉണ്ണിയേട്ടൻ പോണ്ട്, നമ്മുടെ ആളാണ്. ഉണ്ണിയേട്ടൻ തന്നെ കണ്ടപ്പോൾ നിർത്തിയിട്ട് പോയതാണ്. മറ്റേ ചേട്ടൻ തട്ടിയത് കുഴിയിൽ വീണ്. അപ്പോൾ ആൾക്ക് എന്തെങ്കിലും കൊടുക്കുമെന്ന് വിചാരിക്കണം കേട്ടോ. ആൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അതാ വേറെ ആൾക്കാരെ വിളിക്കണം, ആരെങ്കിലും ഉണ്ടെങ്കിൽ വായോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ദേവട്ടി ഞാനാണ് വീഡിയോ എടുക്കുന്നത്. ദേവട്ടി അപ്പുറത്ത് റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ദേവട്ടീനെ വിളിച്ച് നോക്കാമല്ലേ, ദേവട്ടി വരുമോയെന്ന് അറിയില്ല. അപ്പോൾ ഈ സൈഡിലൊക്കെ നിൽക്കുന്നവരവർ വിളിക്കുന്നുണ്ട്, ഒന്ന് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷെ ഇതിലിങ്ങനെ ആൾക്കാർ മാറിക്കാൻ പാടില്ല കേട്ടോ. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇതിൽ രാഷ്ട്രീയമോ പാർട്ടിയോ എന്നതിലുപരി എല്ലാ പാർട്ടിക്കാരും നടത്തേണ്ട ഉപരോധങ്ങളാണിത്. ഭരിക്കണ പാർട്ടിക്കാർ പോലും അവരെ പാർട്ടിക്കാർ ചെയ്യുന്ന തെറ്റുകൾക്കെതിരെ പ്രതിഷേധിക്കണം. അങ്ങനത്തെ നടത്തേണ്ട പരിപാടിയാണിത്. ഇതിൽ പങ്കെടുക്കാണ്ട് ചില ആൾക്കാരൊക്കെ മാറിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേട്ടൻ നമ്മളറിയണ ചേട്ടൻ തന്നെയാണ്. നമ്മുടെ ഭാവന സ്റ്റുഡിയോയുടെ അപ്പുറത്ത് തന്നെ ഈ ചേട്ടൻ്റെ ഷോപ്പുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വന്നിട്ട് തട്ടുണ്ട്, കുഴിയിൽ വീണിട്ടില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടി ട്രൈ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നുണ്ട്. ആളൊന്നും കൂടി നട്ടുണ്ട്. ആ കുഴിയിൽ വീണു. ആ കുഴിയിൽ നിന്ന് കയറിപ്പോയി കുഴിയിൽ വീണു കേട്ടോ. ഫുട്ബോൾ കുഴിയിൽ വീണു. അപ്പം ഇനി ഇത് വേണ്ട അടുത്ത ആൾക്കാരെ നോക്കുന്നുണ്ട്. ഞാൻ ദേവട്ടിനെ ഇവിടെ നിന്ന് വിളിച്ചോട്ടെ കേട്ടോ. ദേവട്ടി എന്താ ചെയ്യുക, വരുമോയെന്ന് അറിയില്ല. അപ്പം അതിൻ്റെ ഇടയിൽ വേറൊരു ചേട്ടൻ വരുന്നുണ്ട് അപ്പുറത്തുനിന്ന്. ആളും ബോൾ വെച്ചിട്ട് തട്ടുണ്ട്. ഇതൊക്കെ ഒരു ആർക്കും ശല്യമില്ലാത്ത പ്രതിഷേധമാണ് കേട്ടോ. യൂത്ത് ലീഗിൻ്റെ വളരെ മാതൃകാപരമായ പ്രതിഷേധമാണ്. റോഡിൽ ആരും ശല്യമില്ലാത്ത, റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ കാണാറുണ്ട്. അതൊന്നുമല്ല, ഇവർ ഈ പോസ്റ്റർ വെച്ചിട്ട് നിൽക്കുന്ന സ്ഥലത്ത് വണ്ടികൾക്ക് പോകാൻ പറ്റില്ല, അത്ര വലിയ കുഴിയാണ്. അപ്പോൾ വണ്ടികൾ എന്തായാലും മാറി ഇപ്പോൾ ദേവട്ടി ഞാൻ വിളിക്കാനായിട്ട് വന്നേക്കണ്. കുറേ വിളിച്ചിട്ടാണ് വന്നത്. ദേവട്ടി പോണ വീഴില്ലേ വീണു. ദേവട്ടി ഗോൾ പോസ്റ്റിൻ്റെ ഉള്ളിലേക്ക് ബോൾ ഇടണ പോലെ ആ റോട്ടിലെ വലിയ കുഴിക്ക് ബോൾ ഇട്ടു. ആ സമ്മാനം ട്രോഫിയൊക്കെ വാങ്ങിച്ചിട്ട് ചിരിച്ചിട്ട് നിൽക്കണം. അപ്പുറത്ത് 1-2 പെൺകുട്ടികളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടികൾ പറയുന്നുണ്ട്, ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടി വന്നിട്ട് സമ്മാനം വാങ്ങണത്. കുറേ ആൾക്കാർ സമ്മാനം വാങ്ങിയ ആണുങ്ങൾ, ലേഡീസ് ആരും സമ്മാനം വാങ്ങിയിട്ടില്ല. അപ്പോൾ ചേച്ചി ഞങ്ങളുടെ മാനം കാത്തുന്ന പറഞ്ഞിട്ട് ആ പെൺകുട്ടികളോടെ നിന്നിരുന്നു. വേറെ ചേട്ടന്മാർ തട്ടുണ്ട്. അവർ നമ്മളോടൊക്കെ സംസാരിച്ചു കേട്ടോ. പിന്നെ ഇവർക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഈ ചേട്ടന്മാർ സംസാരിച്ചു. പക്ഷേ പെട്ടെന്നുള്ള കാര്യങ്ങളായതുകൊണ്ട് ഇവരെ വോയിസ് ഇടണ്ട, സംസാരം ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവരെ വോയിസ് കട്ട് ചെയ്തതാണ്. പിന്നെ റോട്ടിൽ നല്ല ലഹളയായതുകൊണ്ട് നമ്മൾ റോട്ടിലത്തെ വോയിസ് കൊടുക്കേണ്ടത് നമ്മൾ വോയിസ് കൊടുത്ത്. ഈ ചേട്ടനൊക്കെ നന്നായി സംസാരിച്ചു കേട്ടോ നമ്മുടെ അടുത്ത് വന്നിട്ട്. അപ്പോൾ ശരി.